Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പാണ്. നിങ്ങൾ ഏതൊരു കോഴ്സും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൃത്യമായ വീഡിയോസ്, ഡെയിലി മോക്ക് ടെസ്റ്റ്, ഡെയിലി ഫ്രീ ക്യൂസ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ PYQവിൻ്റെ PDF, അതുപോലെ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ റാങ്ക്, പെർഫോമൻസ്, ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കാൻ സാധിക്കും അല്ലേ. ഇവിടെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് നോക്കൂ, സെറ്റ് റിസൾട്ടാണ്. എന്താ സെറ്റിൻ്റെ റിസൾട്ട് സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാകാം, 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഫോട്ടോയാണ്. ഒരൊറ്റ പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല സെറ്റിൻ്റെ CCയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം നമ്മുടെ സെറ്റിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരികയും 1300 രൂപ എല്ലാ തവണയും കൊടുത്ത് അപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ഈ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാകണം. ആ വാല്യൂ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നിങ്ങൾ പഠിക്കുമ്പോഴാണ്, പഠിച്ച് പാസ്സാകുമ്പോഴാണ് അല്ലേ. നോക്കൂ, റിസൾട്ടുകൾ സംസാരിക്കുന്നതാണ്. ഓരോ കുട്ടികളുടെയും റിവ്യൂസ് ആണ്. ജസ്റ്റ് 1-2 റിവ്യൂസ് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം കുട്ടികൾ ആത്മാർത്ഥതയോട് പഠിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ സെറ്റിന് ഇത്രത്തോളം റിസൾട്ട് CCയിലേക്ക് വന്നതെന്ന്. അപ്പോൾ റിസൾട്ട് കണ്ടാൽ മാത്രം മതിയോ? നിങ്ങൾക്ക് പഠിക്കണ്ടേ? എങ്ങനെ പഠിക്കണം എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെറ്റിൻ്റെ ജനറൽ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4ൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നോക്കൂ, പ്രീവിയസ് ചോദ്യമാണ്, എക്സ്പാൻഷൻ ഓഫ് ECCE. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും സെറ്റ് എക്സാമിന് എന്താണ് ECCEയുടെ പ്രാധാന്യം? നിങ്ങൾക്കറിയാം, യൂണിറ്റ് 4 എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം എന്താണെന്നും എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. നോക്കൂ, എന്താണ് ECCE എന്ന് പറഞ്ഞാൽ? അപ്പൊ എക്സ്പാൻഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു ചോദ്യം ഉറപ്പാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുവാനുള്ള മാർക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. നോക്കൂ, ECCE എലിമെന്ററി കെയർ ആൻഡ് കോഗ്നിറ്റീവ് എഡ്യൂക്കേഷൻ ആണോ? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണോ? എലിമെന്ററി കൗൺസിലിംഗ് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണോ? ഏർലി കോഗ്നിറ്റീവ് കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷൻ ആണോ? എന്താണ് ഇവിടെ ആൻസർ? എല്ലാവർക്കും അറിയാം, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ചെറിയ കുട്ടികൾക്കുള്ളതാണെന്ന് കരുതി ഇതെനിക്കല്ല, ഞാൻ PG ലെവലിലുള്ള വിദ്യാർത്ഥിയാണ് എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. നിങ്ങളുടെ പ്രീവിയസ് ചോദ്യത്തിൽ നിന്ന് ഉള്ളതാണ് ഇത്. അപ്പം ഇത് പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്പാൻഷനും എല്ലാ അബ്രീവിയേഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. നോക്കൂ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത സെറ്റ് എക്സാമിനുള്ള ഒരു മാർക്ക് ഇവിടെ നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും. എന്താണ്? NBE. ഒന്നല്ല കേട്ടോ, 1-2 മാർക്കോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉറപ്പിക്കാൻ സാധിക്കും. എന്താണ് NPE? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ചോദിക്കാവുന്നതാണ്. NPE നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇനി അടുത്തത് NPEGEL, നാഷണൽ പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് അറ്റ് എലിമെന്ററി ലെവൽ എന്നുള്ളതാണ് NPEGEL എന്ന് പറയുന്നത്. ഇനി അടുത്തത് IEDSS എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്നുള്ളതാണ്. എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്നുള്ളതാണ് DPEP. എല്ലാവർക്കും അറിയാവുന്നതാണ് DPEP. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. അടുത്ത RMS എപ്പോഴും ചോദിക്കുന്നതാണ്, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അടുത്ത റൂസ എന്താണ്?
രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ. ഒന്നുകൂടെ പറയാം. NBE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, NBEGL നാഷണൽ പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് അറ്റ് എലിമെന്ററി ലെവൽ. അടുത്ത IEDSS ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് ആണ്. അടുത്ത DPEP എന്താണ്? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. അടുത്ത RMSA എന്താണ്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. റൂസ എന്താണ്? രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാനാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. കീറ്റ് കേരള ഇക്വലൻസി കം എലിജിബിലിറ്റി ടെസ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, ഇതുവരെ ഇത് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുകയോ എഴുതി വെച്ച് പഠിക്കുകയോ ചെയ്യുക കേട്ടോ. KEET കീറ്റ് എന്താണ്? കേരള ഇക്വലൻസി കം എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അടുത്ത പോയിന്റ് എന്താണ്? കൈറ്റ്. കൈറ്റ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്ത എന്താണ്? ഐഡിയ അല്ലെ? ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട് ആണ്. അടുത്ത IEP എന്താണ്? ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. നെക്സ്റ്റ് കൂൾ എന്താണ്? കൂൾ പലപ്പോഴും ചോദിക്കുന്നതാണ്. കൈറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, MOOC എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഒന്നുകൂടെ നോക്കൂ. കീറ്റ് എന്താണ്? കേരള ഇക്വലൻസി കം എലിജിബിലിറ്റി ടെസ്റ്റ്. അടുത്ത കൈറ്റ് എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്ത IDA എന്താണ്? ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട് ആണ്. IEP എന്താണ്? ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. അടുത്ത കൂൾ എന്താണ്? കൈറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. MOOC എന്താണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. NAB എന്താണ്? NAB നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്. എന്താണ്? നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്. അടുത്ത NJCLD എന്താണ്? നാഷണൽ ജോയിന്റ് കമ്മിറ്റി ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ്. നാഷണൽ ജോയിന്റ് കമ്മിറ്റി ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. അടുത്ത NGO എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. എന്താണ് NGO? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. PWD അറിയാം. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അല്ലെ? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. RPWD ആക്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്താണ്? റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അടുത്ത RT ആക്ട് നിങ്ങൾക്ക് അറിയാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. എന്താണ്? SDC സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി ആണ്. സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. SEN സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ആണ്. എന്താണ്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ആണ്. അടുത്ത SIET എന്താണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. ഇനി SSA എന്താണ്? സർവശിക്ഷ അഭിയാൻ ആണ്. SSA എന്താണ്? സർവശിക്ഷ അഭിയാനാണ്. ഇനി SSK എന്താണ്? സമഗ്ര ശിക്ഷ കേരളയാണ്. എന്താണ്? സമഗ്ര ശിക്ഷ കേരളയാണ്. ഇനി SRG എന്താണ്? സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് ആണ്. എന്താണ്? സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് ആണ്. അടുത്ത IAC എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ആണ്. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ആണ്. ഇനി CTE എന്താണ്? കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. എന്താണ്? കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. തെറ്റിക്കരുത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. CABE എന്താണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇനി NCERT എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇനി NIEPA എന്താണ്? NIEPA എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇനി NIOS
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അടുത്തത് നാക് അക്രഡിറ്റേഷൻ അല്ലെ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇനി SCERT, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഓർത്തിരിക്കുക. ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും അബ്രീവിയേഷൻസ് ഓർത്തിരിക്കുക. ഇത്രയും അല്ല, ഇതിൽ കൂടുതൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. നമ്മുടെ ഇവിടെ CCയിൽ 90 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായ ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ 2016 മുതൽ 26 ഫെബ്രുവരിയിൽ കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ഡീപ്പായിട്ടുള്ള പഠനം, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, വർക്കൗട്ടുകൾ, ഡെയിലി ലേണിംഗ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമ്മുടെ CCയുടെ പ്രത്യേകതയാണ്. ഇതിനെ തെളിവ് വേറൊന്നുമല്ല, ഞാൻ ആദ്യം കാണിച്ച റിസൾട്ട് തന്നെയാണ് നമ്മുടെ തെളിവ്. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളിലും കൃത്യമായിട്ട് കണ്ടു പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു. Download now. CC Learning app.